ഒരു ജോലി ആവശ്യത്തിനായിട്ട് എൻ്റെ നാട്ടിൽ തൊട്ടടുത്തുള്ള നാട്ടിലേക്ക് പോയി. ഇപ്പോൾ ഇവിടെ എത്തിയിട്ട് 1.5 മാസക്കാലമായേ. എൻ്റെ വീടിൻ്റെ തൊട്ടടുത്താണ് റാഹില ഇത്തയുടെ വീട്. എന്നും ഉച്ചയാകുമ്പോൾ ഒരു നൈറ്റി മാത്രം ഇട്ട് അലക്കും. ഞാൻ എൻ്റെ വീട്ടിലെ ജനവാതിൽ കൂടി അത് നോക്കി നിന്ന് ആസ്വദിക്കും. റാഹില ഒരു സുന്ദരിയാണ്. തുണി കൊണ്ട് തലയിൽ എപ്പോഴും മൂടും. കാണാൻ അത്യാവശ്യം വേണ്ടതെല്ലാം അവൾക്കുണ്ട്. ഒരു ദൈനംദിന കാര്യങ്ങൾ ചെയ്ത് ജീവിതം കഴിച്ചു കൂട്ടുകയാണ്. നാട്ടിൽ അറിയപ്പെടുന്ന ഒരു റാണി തന്നെയാണ് അവൾ. വീടിന് ചുറ്റും പലരും വന്നു പോകും. പക്ഷേ റാഹില അതൊന്നും കാര്യമാക്കില്ല. രാവിലത്തെ പണികൾ കഴിഞ്ഞ് അലക്കി നൈറ്റി മാത്രം ഇട്ട് അകത്തേക്ക് പോകുന്നത് കാണാം. പിന്നെ കയ്യിൽ തുണികളെടുത്ത് കുളിമുറിയിലേക്ക് കടക്കും. കുളി കഴിഞ്ഞ് വരുന്ന അവളെ കണ്ടാൽ ഒന്ന് കെട്ടിപ്പിടിക്കാൻ തോന്നും. കാര്യമായിട്ട് പണിയൊന്നും എനിക്ക് ശരിയായില്ല. അത് കാരണം ജനലിലൂടെ റാഹിലയെ നോക്കാൻ തന്നെയായിരുന്നു വിനോദം. അവൾ ഉണക്കാനിട്ടിരിക്കുന്ന ഡ്രസ്സിൽ എനിക്ക് ആവശ്യമുള്ളതെല്ലാം എടുക്കും. പിന്നെ അത് നെഞ്ചോട് ചേർത്തും എല്ലാമായിരുന്നു എൻ്റെ കളികൾ. എന്നും അവൾ അലക്കി ആറിടുന്നതിൽ തൻ്റെ വേണ്ടപ്പെട്ട ഡ്രസ്സ് കാണുന്നില്ലെന്ന് അവളുടെ ശ്രദ്ധയിൽപ്പെട്ടു. അവൾ ഇക്കാര്യം തൻ്റെ ഭർത്താവായ റിയാസിനോട് പറഞ്ഞു. അയാൾ അതത്ര കാര്യമാക്കിയെടുത്തില്ല. പിന്നീടുള്ള എൻ്റെ ശ്രമം അവളോട് അടുക്കാനായി. അതിനുവേണ്ടി ഞാൻ അടുത്തുള്ള പലചരക്ക് കടയിൽ എടുത്തു കൊടുക്കാൻ കയറി. അവൾ അന്ന് ചായപ്പൊടി വാങ്ങിക്കാൻ വന്നപ്പോഴാണ് ആദ്യമായി അടുത്ത് നിന്ന് അവളെ കാണുന്നത്. എന്തൊരു ആകർഷണമായ സൗന്ദര്യമാ! തട്ടം തലയിൽ കെട്ടിവെച്ചാണ് കടയിൽ വന്നത്. കടക്കാരൻ എന്തൊക്കെയോ സംസാരിച്ചു കൊണ്ടേയിരുന്നു അവളോട്. അത്രയും നേരം ഞാൻ അവളോട് അടിമുടി നോക്കുന്നുണ്ടായിരുന്നു. മുതലാളി പെട്ടെന്ന് വിളിച്ചു പറഞ്ഞു, ഒരു ചായപ്പൊടി എടുത്തു കൊടുക്കാൻ പറഞ്ഞു. ഞാൻ നോക്കുന്നത് കണ്ട് റാഹില തട്ടം തലയിൽ നിന്ന് എടുത്ത് തൻ്റെ കയ്യിലുള്ളതെല്ലാം മറച്ച് അവൾ ഇട്ടിരിക്കുന്നത് ഒരു കറുപ്പ് കലർന്ന നൈറ്റിയായിരുന്നു. ചായപ്പൊടി വാങ്ങി തിരിച്ചു നടക്കുമ്പോൾ അവളുടെ കയ്യിലുണ്ടായിരിക്കുന്ന ചരുവ നന്നായി അങ്ങോട്ടും ഇങ്ങോട്ടും ആടുന്നുണ്ടായിരുന്നു. കുറച്ച് ദൂരം പോയി വീടിന് അടുത്തെത്തി ഗേറ്റ് തുറക്കുമ്പോൾ അവൾ എന്നെ തിരിഞ്ഞൊന്ന് നോക്കി. പിറ്റേ ദിവസം അവൾ അലക്കാൻ തുടങ്ങുന്നതിന് മുമ്പേ പറമ്പിൽ കയറിക്കൂടി ഞാൻ. അവൾ കാണാതെ അടുത്ത് ഒളിച്ചു നിന്നു. പതിവ് പോലെ അവർ അലക്കാൻ വേണ്ടി താൻ ഇട്ടിരിക്കുന്ന നൈറ്റിയും തൻ്റെ കയ്യിലുള്ള മറ്റുള്ള വസ്ത്രങ്ങളും എല്ലാം അലക്കക്കല്ലിൽ വെച്ചു. താൻ പിന്നിലിരിക്കുന്ന കാര്യം റാഹിലയ്ക്ക് അറിയില്ലായിരുന്നു. ഞാൻ അവിടെ ഒളിഞ്ഞിരുന്ന് എല്ലാം കാണുന്നുണ്ടായിരുന്നു. അലക്ക് കഴിഞ്ഞ് കുളിക്കാൻ തുടങ്ങി. ഇന്ന് ഇടാൻ നൈറ്റി മാത്രമേയുള്ളൂ. തൻ്റെ ബാക്കിയുള്ളതൊന്നും കാണാനില്ല. എൻ്റെ ചിന്ത മുഴുവനും അവൾ എങ്ങനെയെങ്കിലും എൻ്റെ മനസ്സിൽ കയറിക്കൂടണം, അതായിരുന്നു. പിറ്റേ ദിവസം റാഹില കടയിൽ വന്നു. ഒരു ട്രാൻസ്പെറൻറ്റ് പോലത്തെ നൈറ്റി മാത്രം ഇട്ടിട്ടുള്ള വരവ് കണ്ടപ്പോൾ തന്നെ എനിക്കാകെ വികാരം വന്നു. മുതലാളി ഇല്ലാത്ത സമയമായിരുന്നു. റാഹില അധികം പരിചയം കാണിക്കുന്നില്ല. എന്താ വേണ്ടത് എന്ന് ഞാൻ ചോദിച്ചപ്പോൾ സോപ്പ്, പിന്നെ പറഞ്ഞു സോപ്പും പൊടിയും വേണമെന്ന് പറഞ്ഞു. ഞാൻ നോക്കുമ്പോൾ അത് എവിടെ ഇരിക്കുന്നത് എന്ന് കാണാനില്ല. റാഹില അല്പം പുച്ഛത്തോടെ പറഞ്ഞു, കടയിൽ സാധനം എവിടെയാ ഉള്ളത് എന്നറിയാതെയാണോ പണിക്ക് നിൽക്കുന്നത് എന്ന്. അവൾ പരിചയമുള്ള സ്ഥലം എന്നോണം അകത്തേക്ക് കയറി. സോപ്പ് പൊടി കുറച്ച് ഉയർന്ന തട്ടിൽ ഇരിക്കുന്നത് കണ്ട് അവൾ അത് എത്തിച്ച് എടുക്കാൻ നോക്കി. അവൾ ഇട്ടിരിക്കുന്ന ബ്രൗൺ നൈറ്റി കുറച്ച് നനഞ്ഞിരുന്നു. പുറകിൽ നിന്ന് അവൾ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ചരുവം എനിക്ക് വ്യക്തമായി കണ്ടു. അമ്പടി കള്ളി,
ഇതും ഒളിപ്പിച്ച് നടക്കുകയാണോ എന്ന് ഞാൻ മനസ്സിൽ ആലോചിച്ചു. ഞാൻ ഇങ്ങനെ നോക്കി നിൽക്കുന്നത് അവൾ കണ്ടു. വേഗം സോപ്പും പൊടി എടുത്ത് പുറത്തു പോകാൻ അവൾ നോക്കുകയായിരുന്നു. പക്ഷേ എടുത്തില്ല. അവൾ ഒന്ന് ചാടി. പിന്നെയും എടുക്കാനായി കൈ നീട്ടി. എത്താത്തതിനാൽ ഞാൻ രാഹില മോളുടെ അടുത്തേക്ക് നീങ്ങി. പിറകിൽ പോയി അടുപ്പിച്ച് നിന്ന് എൻ്റെ കൂടെയുണ്ടായിരുന്ന കുഞ്ഞുമോനും ഒന്ന് അവളോട് അടുത്തു. എന്നിട്ട് രാഹിലയെ തട്ടിയും മുട്ടിയും എങ്ങനെയെങ്കിലും ആ സോപ്പും പൊടി എടുത്തു. എൻ്റെ കുഞ്ഞുമോന് അവളുടെ കയ്യിൽ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്ന ചരുവത്തിനെ നന്നേ ബോധിച്ചു. അവന് ആ ചരുവം വേണമെന്ന് ഒരു വാശി പിടിച്ചതായി എനിക്ക് തോന്നി. ഞാൻ എൻ്റെ കുഞ്ഞുമോനെ അടക്കി നിർത്തി. എൻ്റെ തട്ടലും മുട്ടലും കുഞ്ഞുമോൻ്റെ തൊടലും ഒക്കെ അവൾ അറിഞ്ഞു. തരിച്ചു നിന്നുപോയി. പെട്ടെന്ന് എൻ്റെ കയ്യിൽ നിന്ന് സോപ്പും പൊടി തട്ടിപ്പറിച്ച് തിരിഞ്ഞങ്ങ് ഓടി. ഗേറ്റ് തുറന്നു അകത്തേക്ക് പോയി. അവൾ നാണം കൊണ്ട് പോയതാണോ എന്നെനിക്ക് സംശയമായി. പിറ്റേ ദിവസവും കടയിൽ അവൾ വന്നു. പക്ഷെ പരുങ്ങുന്നതായിട്ടായിരുന്നു എനിക്ക് തോന്നുന്നത്. എന്താണെന്ന് ചോദിച്ചപ്പോൾ ഒരു സാധനം വാങ്ങാനുണ്ട്, കവലയിൽ പോയി എന്ന് പറഞ്ഞു. വീട്ടിലേക്ക് വരാൻ പറഞ്ഞു. ഞാൻ പകുതി കടയടച്ചു അവളുടെ പിന്നാലെ പോയി. ഞാൻ അകത്ത് കടന്നതും അവൾ പെട്ടെന്ന് കതകടച്ചു. എൻ്റെ സിരകളിൽ എന്തൊക്കെയോ ഓടി. ആരുമില്ലാത്ത നേരത്ത് ഒരു പെണ്ണ് വീട്ടിനകത്തേക്ക് വിളിച്ചപ്പോൾ എന്തോ ആകെ ഒരു തരം വികാരം വന്നു. രാഹില താത്ത വെള്ളം എടുത്ത് കൊണ്ടുവന്നു. അവർ ഇട്ടിരിക്കുന്ന തട്ടം കൊണ്ട് അവരുടെ മാക്സി മറച്ചു. സോഫയിൽ വന്നിരിക്കുന്ന എൻ്റെ അടുത്ത് വന്നിരുന്നു. കുറച്ച് പ്രൈവറ്റാണ്, അതാണ് ഇങ്ങോട്ട് വിളിപ്പിച്ചത് എന്ന് പറഞ്ഞു. ആരോ പുറത്തുണക്കിയ വസ്ത്രമെടുത്ത് ഇപ്പോൾ എനിക്ക് ഒന്നും ഇല്ലാണ്ടായി എന്നവർ അറിയാത്തതുപോലെ പറഞ്ഞു. ഞാൻ അത്ഭുതത്തോടെ അവരോട് ചോദിച്ചു, ഇതെങ്ങനെ സംഭവിച്ചു? ആരാണോ ആർക്കറിയാം എന്ന ഭാവത്തിൽ രാഹില പെട്ടെന്ന് അവൻ്റെ മുഖത്തേക്ക് നോക്കി. കുറച്ചു നേരം രാഹില അവനോട് സംസാരിച്ചു. എന്നിട്ട് പറഞ്ഞു, ഏതായാലും നീ കടയിലുള്ളത് നന്നായി. റിയാസിക്ക എപ്പോഴും പുറത്തായിരിക്കും. എനിക്കാണെങ്കിൽ കവലയിൽ പോകാനൊക്കെ വലിയ മടിയാ. എനിക്ക് 2-3 ജോഡി ഡ്രസ്സ് വേണം, അതും പ്രൈവറ്റാണ് എന്ന് അവൾ അവനോട് പറഞ്ഞു. ഒരു ജോലി